ഓണമൊക്കെ ആവാറായല്ലോ, അപ്പോൾ ഒരു സാമ്പാർ കഴിക്കാൻ തോന്നി. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു ഓണസദ്യ ഉണ്ടാക്കി. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. അപ്പോൾ ആദ്യം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാം പരിപ്പാണ്. അതിലോട്ട് 2 തക്കാളിയും 2 വലിയുള്ളി അരിഞ്ഞതും പിന്നെ ഒരു 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും. അത് പെട്ടെന്ന് വേവില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പം തന്നെ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ മുകളിൽ വെള്ളം വരത്തക്ക വിധം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പം വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മാത്രമാണല്ലോ ഇതിലിട്ടത്, അത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് ഇതിലോട്ടിടാം. വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഒരു 2 വഴുതനങ്ങയും ഒരു 5 6 വെണ്ടയ്ക്കയും പിന്നെ കുറച്ച് പയറും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പം നമ്മൾ ഉള്ള ഐറ്റംസ് കൂടുതൽ എടുത്തതാണ്. ഇനി ഇതിലോട്ട് സാമ്പാർ പൊടി ഒരു 2 ടേബിൾ സ്പൂണും മുളക് പൊടി 1 ടേബിൾ സ്പൂൺ പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഗരം മസാലൻ്റെ പൊടി കുറച്ചും ആഡ് ചെയ്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇതേ സമയത്ത് തന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ തേങ്ങ വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഉലുവ, വലിയ ജീരകം, ചെറിയ ജീരകം ഇടുക. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 5-6 അല്ലി ചെറിയുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മുഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി, കുരുവൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ആഡ് ചെയ്യുക. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണും പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മതി. പിന്നെ ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 2 ശർക്കരയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ തേങ്ങയൊക്കെ ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അത് ചൂടാറട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഉപ്പേരിക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. നല്ല എരിവുള്ള ഒരു 5-6 പച്ചമുളകും അതിലോട്ട് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങയും ചെറിയുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെ പുളിയിഞ്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി കറിവേപ്പിലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുളിയിഞ്ചി റെഡി ആയിട്ടോ. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ക്യാബേജ് അരിഞ്ഞത് ഒരു പകുതി ക്യാബേജൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് മുഴുവനും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊരു 1/4 വേവാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി ഈ ഉപ്പേരിയിലേക്ക് നമ്മൾ തേങ്ങൻ്റെ കൂട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാബേജ് ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി തേങ്ങൻ്റെ അരപ്പ് നമ്മൾ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. എന്തായാലും നമ്മളത് ക്ലീൻ ചെയ്യുമ്പോൾ അതിലോട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചാലും മതി, അതും കൂടി ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു, ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് വറവിടാനായിട്ട് ഒരു ചട്ടി എടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളക് ചേർക്കുക. ഈ വറ്റൽമുളക് ഒന്ന് റോസ്റ്റായി വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സാമ്പാറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇനി നമുക്ക് ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്തിട്ട് ഇത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയുള്ളിയും ചേർക്കുക. അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കുക. അതിലോട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം വെള്ളം, ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ വാഴൻ്റെ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ പറമ്പിലേക്കാണ് പോകുന്നത്. പറമ്പിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പുഴ കാണാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ പുഴ വരുന്നത്, പൂനൂർ പുഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് തിരിഞ്ഞാൽ എൻ്റെ വീട് കാണാം, ഇങ്ങോട്ട് നോക്കിയാൽ പുഴയും കാണാം. അത്രയും അടുത്താണ് കേട്ടോ നമ്മൾ വീടും പുഴയായിട്ട്.
അപ്പോൾ ഏതായാലും അതൊക്കെ കണ്ടില്ലേ, ഇനി നമുക്ക് വാൻഡല പറിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് പൂതിയായിട്ട് വാൻഡലയിൽ കഴിക്കാൻ വലിയ സദ്യ വിഭവങ്ങളൊന്നും അല്ല, എന്നാൽ ചെറിയൊരു വിഭവങ്ങളാണല്ലോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ പറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീട്രൂട്ടും ഏകദേശം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ചൊരു തൈര്, ഒരു 1/4 കപ്പ് തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് ക്ലിപ്പ് ഉള്ളതിനോണ്ട് ഉപ്പ് ചേർക്കുന്ന വീഡിയോ ക്ലിപ്പ് എന്നോട് വിട്ടുപോയി കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വറവിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, അതിലോട്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്കിത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ പപ്പടവും പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാൻഡലയിൽ വിളമ്പാം. ആദ്യം തന്നെ ഒരു ഉപ്പ് ചേർക്കുന്നുണ്ട്, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ബീട്രൂട്ട് പച്ചടി, പിന്നെ നമ്മളെ ക്യാബേജ്, പുളിയിഞ്ചി, പപ്പടം. ഇനി ഇവിടെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു, അതും കൂടി ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഉള്ള ചെറിയൊരു സദ്യയാണ് കേട്ടോ. ഇനി നമ്മൾ ചോറ് വിളമ്പുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് സാമ്പാറും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ല സുഖമായിട്ട് ഉണ്ണാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനം കൊണ്ട് ചെറുതായിട്ട് ഉണ്ടാക്കിയൊരു സദ്യയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്